KSRTCയെ സംബന്ധിച്ച് ഇന്ന് അഭിമാനത്തിൻ്റെ ഒരു ദിവസമായിരുന്നു. പക്ഷേ ആ സന്തോഷം അധിക നേരം അങ്ങനെ നീണ്ടു നിന്നില്ല. കാരണം KSRTCയുടെ 2 ഇലക്ട്രിക് ബസ്സുകളുണ്ടായിരുന്നു. 5 ഇലക്ട്രിക് ബസ്സുകൾ സർവീസ് നടത്തുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന്. പക്ഷേ ആദ്യ യാത്രയിൽ തന്നെ കല്ലുകടി ഉണ്ടായി. ഇലക്ട്രിക് ബസ് ചാർജ് തീർന്ന് വഴിയിൽ കിടക്കേണ്ടി വന്ന ഒരു ഗതികേടാണ് ഇന്നുണ്ടായത്. 2 ബസ്സുകൾ, അത് ഒരേ റൂട്ടിൽ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പോയ 2 ബസ്സുകളാണ്. ഒന്ന് ചേർത്തലയും ഒന്ന് വൈറ്റിലയും എത്തിയപ്പോൾ ചാർജ് തീർന്ന് വഴിയിൽ കിടക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായത്. ശേഷം യാത്രക്കാരെ മറ്റ് ബസ്സുകളിൽ കയറ്റി വിടുകയായിരുന്നു ഇവർ ചെയ്തത്. ഈ ഇലക്ട്രിക് ബസ് ആയതുകൊണ്ട് തന്നെ യാത്ര എങ്ങനെയാണ് എന്നറിയാൻ കൗതുകത്തോടു കൂടി ഒരുപാട് ആൾക്കാർ ഈ ദീർഘദൂരത്തിൽ അതായത് യാത്ര ചെയ്തിരുന്നു, ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തിരുന്നു. പക്ഷേ വളരെ നിരാശാജനകമായ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പരീക്ഷണാടിസ്ഥാനത്തിൽ ഓടിച്ചതിനൊക്കെ ശേഷമാണ് ഇന്ന് സർവീസ് തുടങ്ങിയത്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് PB സനൂപ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം, അതിൽ നിന്ന് മനസ്സിലാക്കാം. മുൻ CMD ടോമിൻ തച്ചങ്കരിയാണ് KSRTCയിൽ ആദ്യമായിട്ട് ഇലക്ട്രിക് ബസ്സുകൾ രംഗത്തിറക്കിയത്. ഒലക്ട്ര എന്ന കമ്പനി നിർമ്മിച്ച K7 മോഡൽ ബസ്സുകളാണ് ഇതിനായിട്ട് ഇപ്പോൾ KSRTC ഇലക്ട്രിക് ബസ്സായിട്ട് ഉപയോഗിക്കുന്നത്. ഒലക്ട്ര എന്ന കമ്പനിയാണ് ഇത് നിർമ്മിച്ചതെങ്കിലും മഹാവോയസ് എന്ന കമ്പനി സബ് കോൺട്രാക്റ്റിന് കൊടുത്തിട്ടുണ്ട്. ഈ മഹാവോയസ് എന്ന കമ്പനിയുമായിട്ടാണ് KSRTC കരാർ ഒപ്പിട്ടിരിക്കുന്നത്. 10 ബസ്സുകൾ 10 വർഷത്തേക്കാണ് KSRTC ലീസിന് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഈ ബസ് 2.5 മണിക്കൂർ ചാർജ് ചെയ്താൽ 250 കിലോമീറ്റർ ഓടാൻ പാകത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ബസ്സാണിത്. ഫുള്ളി എയർ കണ്ടീഷൻ ആയിട്ടുള്ള ഈ ബസ്സിൽ 34 സീറ്റുകളാണുള്ളത്. അതിൻ്റെ ഈ ശബരിമലയിൽ ഈ ബസ് പരീക്ഷിച്ച് വിജയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇത് ഹ്രസ്വദൂരത്തിനും അതുപോലെ തന്നെ ദീർഘദൂര സർവീസിനും ഇറക്കാമെന്ന് KSRTC തീരുമാനിച്ചത്. ഇപ്പോൾ പുതിയതായി എത്തിയ MD ദിനേശും ഇതിന് പച്ചക്കൊടി കാണിക്കുകയായിരുന്നു. എന്നാൽ ഈ ദീർഘദൂര സർവീസിന് ഇത് പാകമല്ല എന്ന തരത്തിലുള്ള കാഴ്ചകളാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. കാരണം തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്കും എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കും 5 സർവീസുകളാണ് KSRTC നടത്താൻ തീരുമാനിച്ചിരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് രാവിലെ 5, 6, 6:30, 7 എന്നീ സമയങ്ങളിൽ ഈ ബസ് ഇവിടെ നിന്ന് പുറപ്പെട്ടതാണ്. പക്ഷേ ഇന്ന് ഉണ്ടായ പ്രധാന ഒരു സംഭവം എന്നത് ഈ ബസ് ആദ്യത്തെ ഒരു ബസ് ചേർത്തല, തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ വഴി ചേർത്തല എത്തുന്ന സമയത്ത് ഈ ബസ്സിൻ്റെ ചാർജ് പൂർണ്ണമായിട്ടും തീരുകയും ആ ബസ് വഴിയിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. 25 യാത്രക്കാരായിരുന്നു ആ സമയത്ത് ഈ ബസ്സിലുണ്ടായിരുന്നത്. അവരെ പിന്നീട് തൊട്ട് പുറകെ വന്ന ബസ്സിൽ കയറ്റി വിടേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായത്. പിന്നീട് വൈറ്റിലെത്തിയ ബസ്സും ഇതേ ഒരു സാഹചര്യമാണ് ആ ബസ്സിനും ഉണ്ടായത്. അവിടെ വെച്ചും ഈ ബസ്സിന് ചാർജ് തീർന്ന് റോഡിൽ കിടക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ നേരത്തെ തന്നെ ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു എന്നത് പൂർണ്ണമായിട്ടും, അതായത് ഈ 2.5 മണിക്കൂർ ചാർജ് ചെയ്താൽ 250 കിലോമീറ്റർ ഈ വാഹനത്തിന് ഓടാൻ സാധിക്കും. പക്ഷേ ഇത് ദീർഘദൂര സർവീസിന് ഈ ബസ് ഇറക്കുന്നതിന് മുമ്പ് ഇതിന് വേണ്ട മുൻകരുതലുകൾ എടുക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിൽ ഈ പ്രധാന സ്ഥലങ്ങളിൽ ചാർജിംഗ് പോയിന്റുകൾ സ്ഥാപിക്കാതെയാണ് KSRTC പൊടുന്നനെ ഈ ഇലക്ട്രിക് ബസ്സുകളെ ദീർഘദൂര സർവീസിനായിട്ട് ഉപയോഗിക്കുന്നത് എന്നൊരു ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ആ ആക്ഷേപം ശരിവെക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ന് ഉണ്ടായത്. കാരണം നിലവിൽ ആലപ്പുഴയിലും ഹരിപ്പാട് മാത്രമാണ് ഈ ദീർഘദൂര സർവീസിന് പോകുമ്പോൾ ചാർജിംഗ് പോയിന്റുകൾ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ ഈ ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടറുമായിട്ട് നമ്മൾ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞത് ഈ ബസ് ദീർഘദൂര സർവീസിന് വേണ്ടി മാത്രം പോവുകയാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ പലയിടങ്ങളിൽ നിന്നായിട്ട് യാത്രക്കാർ ബസ്സിൽ കയറുന്നൊരവസ്ഥയുണ്ടായി. ഈ സമയങ്ങളിലെല്ലാം ഡോറ് തുറക്കുകയും അതിനൊപ്പം ഡോറ് അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ചാർജ് പെട്ടെന്ന് തീരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് ഇതിൻ്റെ കണ്ടക്ടർ നമ്മളെ അറിയിച്ചത്. അപ്പോൾ അത്തരത്തിൽ തന്നെ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നുള്ള ആക്ഷേപം പോലെ ഈ ബസ്സിനെ നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ദീർഘദൂര സർവീസിന് ഉപയോഗിക്കാനാകുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം ഇനി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ KSRTC CMD പറയുന്നത് ഈ ഒരു സാങ്കേതിക പ്രശ്നം മാത്രമാണ്, അത് പരിഹരിച്ചുകൊണ്ട് ഇനിയും മുമ്പോട്ട് പോകാം. അതായത് ദീർഘദൂര സർവീസുകൾക്ക് ഇനിയും ഇലക്ട്രിക് ബസ്സുകൾ ഉപയോഗിക്കാം എന്ന ഒരു കാര്യമാണ് അദ്ദേഹം അറിയിച്ചത്. എന്തായാലും ഈ 2 സംഭവങ്ങളും ഗൗരവമായി തന്നെ കാണേണ്ടതുണ്ട്. കാരണം യാത്രക്കാരെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാതെ വേണം കൊണ്ടുപോകേണ്ടത്. 374 രൂപ മുടക്കിയാണ് ഒരു യാത്രക്കാരൻ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും യാത്രക്കാർ നേരിടാൻ പാടില്ല. ഒരു പരിഹാരം എന്ന നിലയിൽ കൂടിയാണ് ക്രിയാത്മകമായി പദ്ധതി ആവിഷ്കരിച്ചത് എന്നാണ് പറയുന്നത് KSRTC. പക്ഷേ ഇങ്ങനെയുള്ള അവസ്ഥയാണ് ഇത് എങ്കിൽ വിപരീതമായ ഫലമാണ് ഉണ്ടാക്കുന്നത്. വലിയ തരത്തിൽ ജനങ്ങൾക്ക് ഉണ്ടാകും. MG രാഹുൽ, ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി, അദ്ദേഹം കൂടി ഇക്കാര്യത്തിൽ പറയും. എന്താണ് സംഭവിക്കുന്നത് KSRTCയിൽ എന്നതിനെക്കുറിച്ച്? KSRTCയിലെ തൊഴിലാളി സംഘടനകൾ ആരും ഇലക്ട്രിക് ബസ് എന്ന സമ്പ്രദായത്തെ എതിർത്തതായി ഞങ്ങൾക്കാർക്കും അറിവില്ല. പക്ഷേ ഇലക്ട്രിക് ബസ്സുകൾ ഇന്നിപ്പോൾ 5 എണ്ണം നമ്മുടെ നാട്ടിലൊക്കെ സാധാരണഗതിയിൽ ശബരിമലയിൽ നടപ്പിലാക്കിയതിനപ്പുറം സാധാരണ യാത്രക്കാർക്ക് വേണ്ടി സൗകര്യമൊരുക്കുന്നൊരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തു.
അത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ സ്വാഭാവികമായി മുൻകരുതലുകൾ നടപടികൾ സ്വീകരിക്കേണ്ടത് KSRTCയിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ മാനേജ്മെൻറ്റിൻ്റെ ചുമതലയായിരുന്നു. ദൗർഭാഗ്യവശാൽ ആ ഒരു മുൻകരുതൽ KSRTCയെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രിക് ബസ്സിൻ്റെ കാര്യത്തിൽ കാണിച്ചില്ല. ചില എടുത്തുചാട്ടം മാനേജ്മെൻറ്റ് ഇക്കാര്യത്തിൽ കാണിച്ചു എന്ന് വേണം കരുതാൻ. ഇലക്ട്രിക് ബസ്സുകൾ നമ്മുടെ നിരത്തിലൂടെ ഇത്രയേറെ ദീർഘദൂര സർവീസുകളായി കടന്നു പോകുമ്പോൾ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെ എന്നത് സംബന്ധിച്ച ദീർഘദർശനത്തോടു കൂടിയ പരിപാടികൾ തയ്യാറാക്കി വേണം ഈ കാര്യങ്ങളെ നടപ്പിലാക്കിയെടുക്കാൻ. ഇന്നിപ്പോൾ പോയ 5 വണ്ടിയിൽ 2 ബസ്സുകൾ ബാറ്ററിയുടെ ചാർജ് തീർന്നു തന്നെ നടുറോഡിൽ കിടക്കുന്നു എന്ന് വച്ചാൽ അതിൻ്റെ നാണക്കേട് നടപ്പിലാക്കിയ ഉദ്യോഗസ്ഥന്മാർക്ക് എന്നതിലപ്പുറം KSRTC എന്ന സ്ഥാപനത്തിൻ്റെ ഗുഡ്വില്ലിനാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇതൊന്നും KSRTCക്ക് പറഞ്ഞിട്ടുള്ളതല്ല, പാട്ട വണ്ടികൾ കൊണ്ട് ഓടാൻ വേണ്ടി മാത്രമാണ് KSRTCക്ക് പറ്റുന്നത് എന്ന് പൊതുജനത്തെ കൊണ്ട് പറയിക്കാൻ കഴിയുന്ന ഒരു അവബോധം മാത്രമേ ഇതുകൊണ്ട് സൃഷ്ടിക്കാൻ വേണ്ടി കഴിയും. എന്നാൽ ഇതൊക്കെ നന്നായി നടപ്പിലാക്കി എടുക്കുകയും വേണം. CNG ഉൾപ്പെടെ ഇലക്ട്രിക് ബസ് ഉൾപ്പെടെ നമ്മുടെ നാട്ടിലെ രാജ്യത്തും ലോകത്തും വരുന്ന പൊതുഗതാഗത മേഖലയിലും മോട്ടോർ മേഖലയിലും വരുന്ന എല്ലാവിധ മാറ്റങ്ങളെയും ഉൾക്കൊള്ളാൻ തയ്യാറാകുന്ന ഒരു പരിതസ്ഥിതി KSRTCയിൽ ഉണ്ടായി വരണം. പക്ഷെ നിലവിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരിക്കലും നമുക്കതിന് പര്യാപ്തമല്ല എന്നതും കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം നമുക്ക് അത്ര എളുപ്പത്തിൽ ഇത് നടപ്പിലാക്കി വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്നതിന് അനുയോജ്യമല്ല എന്ന ഒരു യാഥാർത്ഥ്യവും കൂടി നമ്മൾ തിരിച്ചറിയണം. ഒരുപക്ഷെ ആദ്യ യാത്രയിൽ തന്നെ കല്ലുകടിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത് എങ്കിൽ പോലും ശുഭാപ്തി വിശ്വാസത്തിലാണ് KSRTC MD അടക്കമുള്ളവർ. കാരണം ഇത് ക്രിയാത്മകമായി ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാകും. ആദ്യം 5 സർവീസുകളാണ്, 5 ബസ്സുകളാണ് ഓടി തുടങ്ങിയത്. കൂടുതൽ സർവീസുകൾ ഉണ്ടാകും. ഇന്ധനക്ഷാമത്തിനടക്കം ഒക്കെ ഒരു പരിഹാരമെന്ന ബദൽ നിർദ്ദേശം കൂടിയാണ് ഇതിലൂടെയൊക്കെ പരിഗണിക്കപ്പെടുന്നത്. അങ്ങനെയുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് KSRTC.